അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്കൊരു പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഈ പ്ലം കേക്കിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൽ മുട്ട ചേർക്കുന്നില്ല. മുട്ടയ്ക്ക് പകരം നമ്മൾ കുറച്ച് മോരും ഒരല്പം വിനാഗിരിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നില്ല. റമ്മോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ആദ്യം തന്നെ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത്. 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. കേക്ക് ടിന്നും പ്രിപ്പയർ ചെയ്യുക. കേക്ക് ടിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്, ചെറി, ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ ഇത് ഇഞ്ചി വിളയിച്ചതാണ്. ഇഞ്ചി വിളയിച്ചതിന് പകരം വേണമെങ്കിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി, ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത് പ്ലം, ക്രാൻബെറി, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി 2 കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കശുവണ്ടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കശുവണ്ടി ചെറുതായി നുറുക്കിയത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബദാമും വാൽനട്ടും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഓറഞ്ചിൻ്റെ തൊലിയുടെ വെള്ള ഭാഗം ചിരണ്ടി കളഞ്ഞതിന് ശേഷം ബാക്കി പൊടിയായി അരിഞ്ഞെടുത്തതാണ്. ഇതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊരു സ്പൈസ് മിക്സ് ഇതിന് വേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പട്ടയുടെ ഒരു കഷ്ണം, ഏലക്ക ഒരു 5-6 ഏലക്ക, അതുപോലെ 5-6 ഗ്രാമ്പു, പിന്നെ നമ്മൾ എടുക്കുന്നത് ജാതിക്ക ഒരു കഷ്ണമാണ്. ഇതെല്ലാം കൂടെ നന്നായി പൊടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ സഹജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സഹജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയും ഗ്രാമ്പും ഒക്കെ പൊടിയായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാം 1/4 ടീസ്പൂൺ വീതം പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. സഹജീരകം എന്ന് പറയുന്നത് നല്ല ജീരകത്തെക്കാട്ടിലും ചെറുതാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതുകൂടാതെ മുട്ടയ്ക്ക് പകരമാണ് വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഉണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊന്ന് സോക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ 1 കപ്പ് ഓറഞ്ച് ജ്യൂസിൽ ഇതൊന്ന് കുതിർത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നില്ലെങ്കിലും ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിലിന് പകരം റൂം ടെമ്പറേച്ചറിലുള്ള മെൽറ്റ് ചെയ്ത ബട്ടർ എടുക്കാം. 1/2 കപ്പ് മോരാണ്. പിന്നെ നമ്മൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ആക്ച്വലി ഇവിടെ എടുത്തിരിക്കുന്ന ആട്ടയാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം പൊടിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ നന്നായിരിക്കും. ഞാൻ ഒന്ന് അരിച്ചിട്ട് ബാക്കി സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ. ഇതൊന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാരയും സ്പൈസ് മിക്സും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് സ്പൈസസ് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത സ്പൈസ് മിക്സും പഞ്ചസാരയും കൂടെ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പഞ്ചസാരയും നമുക്ക് പൊടിച്ച് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു സ്പൂണോ തവി എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിക്കാം. നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഹീറ്റിൽ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം പ്രോസസ്സ് കുറച്ചുകൂടെ വൈകും. അത്രയേ ഉള്ളൂ. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ. പഞ്ചസാര മെൽറ്റായി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് ഫാസ്റ്റ് ആയിരിക്കും. സൈഡ് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഉരുകി തുടങ്ങുമ്പോൾ തന്നെ അതൊരു ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള കളർ വരെ നമുക്കിത് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. തീ കുറച്ചിടണം കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ കുറച്ചിടുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ആവശ്യത്തിനുള്ള കളറായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. ഇനി നമുക്ക് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ വീതം വെള്ളം വീതം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആവശ്യത്തിന് ഈ നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ചൂടുവെള്ളമാണ്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
നന്നായിട്ട് ഇളക്കി കൊടുത്തിരിക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ആവശ്യത്തിന് തിക്നെസ് ആയിട്ടുണ്ട്. നമ്മളിനി തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഒരല്പം തിക്കായും തോന്നുന്നു. ചിലപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി അങ്ങ് കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്ത് വരണം. അതിന് ശേഷമാണ് നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തണുക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെക്കാം. മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കാം. ആദ്യം ഇതിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി പൊടിയായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്ത് അതൊന്ന് വെന്ത് വരണം. അതായത് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം അബ്സോർബ് ചെയ്ത് വെള്ളം ജ്യൂസ് മുഴുവൻ വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സോക്ക് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 12 മണിക്കൂർ, ഒരു ദിവസം ഫുള്ളൊക്കെ വെച്ചാൽ നന്നായിരിക്കും. നോർമലി നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് 1 മന്ത് ബിഫോറൊക്കെ നമ്മളിത് സോക്ക് ചെയ്ത് വെക്കുന്നതാണ്. അങ്ങനെയൊക്കെ മറന്നുപോയി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ല, സാഹചര്യം ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ നമുക്കിതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറാക്കുന്ന കൂടെ ആദ്യം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ മതി. ജ്യൂസിലൊന്ന് കുക്ക് ചെയ്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ സോക്ക് ചെയ്യുന്നതിന് ഈക്വലായിരിക്കും ഇത്. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള ജ്യൂസ് എല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കാരമലൈസ്ഡ് ഷുഗർ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സ്മെല്ലില്ലാത്ത ഓയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാനില എസൻസ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കാരമൽ സിറപ്പും എണ്ണയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മോരാണ്. തൈരെന്നാണ് പെട്ടെന്ന് വായിൽ വന്നത് കേട്ടോ. തൈരല്ല നമ്മൾ ഉപയോഗിക്കുന്ന മോരാണ്. അപ്പം ഞാനധികം വെള്ളമാക്കിയിട്ടില്ല. അതോട് തിക്കായിട്ടുള്ള മോര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഞ്ചസാര എല്ലാം കൂടെ ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ടിട്ട് കൊടുത്ത് ഒരു 2, 3, 4 ടേബിൾ സ്പൂൺ അളവിൽ ഒക്കെ മതി നമുക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഓവർ ബീറ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. മിക്സ് ചെയ്യുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പതുക്കെ സ്ലോലി കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് തന്നെ ഉപയോഗിച്ച് ഇത് ചെയ്യുക. ഞാൻ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് കുറച്ച് ഫാസ്റ്റായിട്ട് ഇട്ടതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മോരും വിനാഗിരിയും പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആക്ഷൻ പെട്ടെന്ന് അങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മളൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നല്ലോ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കേക്കിൻ്റെ കൂട്ടിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഫൈനലായിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഞാനിതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കശുവണ്ടി വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാമായിരുന്നു. ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് അത് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതും കൂടെ നമുക്ക് കേക്ക് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഇട്ട് കൊടുത്ത കൂടെ തന്നെ കശുവണ്ടിയും കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ബാറ്റർ മാറ്റി
ബേക്ക് ചെയ്യാൻ വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിൻ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഒരു പാത്രം എടുത്തിട്ട് അത് നോർമൽ പാത്രമാണെങ്കിലും മതി കേട്ടോ. അതിലേക്ക് ഇതുപോലെ ഒന്ന് ബട്ടർ തൂത്ത് കൊടുക്കാം. ഫുള്ള് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഷേപ്പിൽ നമ്മൾ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാരമില്ല, ഒരല്പം മൈദ ഇട്ട് കൊടുത്തിട്ട് മൈദയൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതിയാകും. ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് ടീൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് തയ്യാറാക്കിയിരുന്ന ബേറ്റർ ചേർത്ത് കൊടുക്കുകയാണ്. കേക്കിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരുപാട് ലൂസൊന്നുമല്ല, കാരണം ഫ്രൂട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒത്തിരി ലൂസായിട്ട് കിട്ടത്തില്ല. ഇനി നമുക്കതുകൊണ്ട് തന്നെ തനിയെ അതങ്ങ് ഫ്ലാറ്റൻ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു സ്പാറ്റില വെച്ച് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് തട്ടിയെടുക്കണം. അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് ചെറിയോ കാഷ്യൂനട്ടോ എന്തെങ്കിലും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ സമയം നമ്മൾ ഓൾറെഡി ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓവൻ ഇല്ലെങ്കിൽ ഒരു കുക്കറിലോ അല്ലെങ്കിൽ ഒരു പാത്രം ഇതുപോലെ തന്നെ അടച്ചു വെച്ച് ചൂടാക്കി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു വയർ റാക്ക് എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ട് ഏകദേശം 45 മിനിറ്റ് 50 മിനിറ്റോളം എടുത്ത് ഇതൊന്ന് ബേക്കായി വരാനായിട്ട്. അപ്പോൾ ഞാൻ ടൂത്ത് പിക്ക് ഒരെണ്ണം ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തന്നല്ലോ. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഈ പാത്രത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ സൈഡിൽ ചിലപ്പം നുറുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല നല്ല ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട്, നല്ല റിച്ചായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എഗ്ലെസ് ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്. മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.